ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് HTML വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ പാത്ത് എന്നതിനെ കുറിച്ചാണ്. ഒരു വെബ് പേജിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ടാഗാണ് പാത്ത്. പല വെബ് പേജിലേക്ക് ആവശ്യമായ പല കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ പല സാഹചര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാത്ത്. അതായത് നമുക്ക് ഒരു വെബ് പേജിൽ ഉപയോഗിക്കുന്ന ഒരു ഫയലാവട്ടെ, ഉദാഹരണം CSS, ജാവാസ്ക്രിപ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ ഇങ്ങനെയുള്ള പല ഫയലുകളും ഏത് ഭാഗത്താണ് അതല്ലെങ്കിൽ നമ്മുടെ ഫോൾഡറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫയലിനുള്ളിൽ ഏത് ഭാഗത്ത് അതിൻ്റെ ലൊക്കേഷനൊക്കെ ചേർത്ത് കൊടുക്കാനും അത് പ്രത്യേകം കാണിച്ചു കൊടുക്കാനും വേണ്ടിയാണ് പാത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ HTML പാത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട CSS, അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, ഇമേജ്, വീഡിയോ, ഓഡിയോ, സൗണ്ട്, അതേപോലെ തന്നെ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പേജുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെബ് പേജിലേക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പേജുകൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എങ്ങനെ ഈ പേജുകളൊക്കെ എങ്ങനെ കണക്ട് ചെയ്യണം എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാത്ത് ഉപയോഗിക്കുന്നത്. ഒരു വെബ് പേജ് പൂർണ്ണമാവണമെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും ഒട്ടനവധി പാത്തുകൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു വെബ് പേജ് നമുക്ക് രണ്ട് വിധത്തിലാണ് പാത്ത് ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തത് SRC എന്ന് പറഞ്ഞാൽ സോഴ്സ്, അതേപോലെ തന്നെ രണ്ടാമത്തത് HREF എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് റെഫറൻസ്. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് നമ്മൾ വെബ് പേജിലേക്ക് പാത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു വെബ് പേജിലേക്ക് നമുക്ക് പാത്ത് ചേർത്ത് കൊടുക്കുക എന്നും എങ്ങനെയാണ് ഈ പാത്ത് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ നമ്മുടെ ഫോൾഡറിനുള്ളിലുള്ള ഒരു ഇമേജ് എങ്ങനെ നമുക്ക് ഈ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നതിനെ കുറിച്ചാണ് ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ഫോൾഡറിനുള്ളിലായ ഈ ഇമേജ് നമുക്ക് എങ്ങനെ ഈ ഫയലിനുള്ളിൽ, അതായത് നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഒരു ഇമേജ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ടാഗ് നമുക്കറിയാം IMG എന്നാണ്. അതിനുശേഷം SRC ഇട്ടതിന് ശേഷം നമുക്ക് ഇമേജിന്റെ ടാഗ് എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമേജിന്റെ പാത്ത് എന്ന് പറയുന്നത് ആ ഇമേജ് ഫയൽ നെയിമാണ് img.jpg. എന്നിട്ട് ഇവിടെ ഈ ഫയൽ സേവ് ചെയ്ത് നമ്മൾ ഈ ഫയൽ ഒന്ന് റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിലായിരിക്കും കാണിച്ചു തരിക. അതായത് നമ്മുടെ വെബ് പേജിൽ ആ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് അതേ ഫോൾഡർ തന്നെ, അതായത് ഈ ഇമേജും അതേപോലെ തന്നെ നമ്മുടെ ഫോം എന്ന ഫയലും രണ്ടും ഒരേ ഫോൾഡറിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ ഫയലിന്റെ പേര് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഏത് ഡയറക്ടറി ആണോ അല്ലെങ്കിൽ ഏത് ഫോൾഡർ ആണോ എന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ അടുത്ത എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഇമേജ് എന്ന ഭാഗം, അതായത് ഇമേജ് എന്നത് ഞാനിവിടെ ഈ ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതായത് നമ്മൾ സേവ് ചെയ്ത ഫയലുള്ള ഫോൾഡറിൽ, അതായത് ഫോം എന്ന ഭാഗമാണ് നമ്മുടെ വെബ് പേജ്. അതേപോലെ നമ്മൾ ഇമേജ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് നമ്മുടെ ഫോൾഡറിനുള്ള നമ്മളെ വെബ് പേജ് ചേർത്ത് കൊടുക്കേണ്ട ഇമേജ് എന്ന ഫയലിനുള്ളിലുമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് വെബ് പേജിൽ എങ്ങനെ ഒരു ഇമേജ് ചേർത്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഈ മെത്തേഡാണ് വളരെ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ വെബ് പേജിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകളൊക്കെ നമുക്ക് ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമേജുകളെല്ലാം ഒരു ഫോൾഡറിലും, സ്റ്റൈലുകളെല്ലാം വേറൊരു ഫോൾഡറിലും, സ്ക്രിപ്റ്റുകളെല്ലാം വേറൊരു ഫോൾഡറിലും, ഫോണ്ടുകളെല്ലാം വേറൊരു ഫോൾഡറിലുമായിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിലേക്ക് ആ ഫയൽ ആഡ് ചെയ്യുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് അധികം വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മളിവിടെ ചേർത്ത് കൊടുത്ത ഈ ഫോൾഡറിന്റെ മുമ്പിൽ നമ്മുടെ ഇമേജ്, അതിനുശേഷം നമ്മുടെ ആ ഫോൾഡറിന്റെ പേര് കഴിഞ്ഞ് സ്ലാഷ് ഇട്ടതിന് ശേഷം എന്താണോ നമ്മുടെ ഫയൽ നെയിം അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ രൂപത്തിലായിരിക്കും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൾഡറിലുള്ള ഒരു ഫയൽ എങ്ങനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് പല സാഹചര്യത്തിൽ നമുക്ക് ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ, ഉദാഹരണം നമ്മളിവിടെ ചെയ്ത നമ്മളുടെ ഫയൽ നമ്മൾ ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്, അതായത് ഇമേജ് എന്ന ഫോൾഡറിൽ സബ് ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇവിടെ ഫയൽ ചേർത്ത് കൊടുത്തു എന്ന് വെക്ക്. നമുക്കിതിൽ ഈ ഇമേജ് എന്ന ഫോൾഡറിലെ ഈ പിക്ചറാണ് നമുക്ക് ഈ സബ് ഫോൾഡർ എന്ന ഫോൾഡറിലുള്ള ഫയലിൽ നമുക്ക് റൺ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ ഈ സബ് ഫോൾഡർ എന്ന ഭാഗത്തുള്ള ഫോം എന്ന HTML ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് അതിനുള്ളിൽ ആ ഫയൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 ഡോട്ട് ഇടുക. അതിനുശേഷം സ്ലാഷ് ഇട്ടതിന് ശേഷം നമുക്ക് ഏതാണോ ഫയൽ അത് ചേർത്ത് കൊടുക്കുക. ഈ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുത്താലും നമുക്ക് ഈ രൂപത്തിൽ ആ ഫയൽ ഡിസ്പ്ലേ ചെയ്തു വരും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫയൽ എന്ന് പറയുന്നത്
ഇമേജ് എന്ന ഭാഗത്ത് ഇമേജ് എന്ന ഫോൾഡറിൽ സബ് ഫോൾഡർ എന്ന ഭാഗത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് പേജ്. എന്നാൽ നമ്മുടെ പിക്ചർ എന്ന് കിടക്കുന്നത് ഇമേജ് എന്ന, അതായത് ഈ ഫോൾഡറിന്റെ നേരെ മുമ്പത്തെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 2 ഡോട്ട് ഇട്ടതിന് ശേഷം /img.jpg നമ്മുടെ ഇമേജിന്റെ പേര് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ആ പിക്ചർ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് പാത്താണ്. അതായത് നമ്മുടെ വെബ് പേജിൽ നമുക്ക് എത്ര വിധത്തിൽ പാത്തുകൾ വരുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് പാത്ത് നമ്മൾ 2 ഭാഗത്തായിട്ട് നമ്മൾ 2 രൂപത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് അബ്സല്യൂട്ട് പാത്ത്, അതേപോലെ രണ്ടാമത്തത് റിലേറ്റീവ് പാത്ത്. ഇങ്ങനെ 2 ഭാഗമായിട്ടാണ് നമ്മൾ പാത്തിനെ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ആബ്സല്യൂട്ട് പാത്ത്, രണ്ടാമത്തേത് റിലേറ്റീവ് പാത്ത്. അപ്പോൾ നമുക്ക് ഈ ആബ്സല്യൂട്ട് പാത്ത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ആബ്സല്യൂട്ട് പാത്ത് ഉപയോഗിക്കുന്നത്, എന്താണ് ആബ്സല്യൂട്ട് പാത്ത് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നു. ഇതിൽ നിന്നും നമുക്കൊരു ഇമേജ് ആക്സസ് ചെയ്തെടുക്കണം. ഉദാഹരണം നമുക്ക് ഇവിടെ നിന്നൊരു ഇമേജ്, ഇതിൽ നിന്നൊരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ഇമേജ് നമ്മുടെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഇമേജിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പാത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ലിങ്ക് അഡ്രസ്സ് എന്ന ഭാഗത്ത് കോപ്പി ചെയ്തെടുത്താൽ മതി. ഈ ഇമേജിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കോപ്പി ലിങ്ക് അഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ SRC എന്ന ഭാഗത്ത് നമ്മുടെ ആ ലിങ്ക് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് വലിയ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ആ ലിങ്ക് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വലിയ അഡ്രസ്സ് ആയിരിക്കും. നമുക്ക് ചെറിയ വെബ്സൈറ്റ് എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും വരിക. ഓക്കെ, ഞാൻ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ റൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഇമേജ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റോ അതേപോലെ തന്നെ മറ്റു പല ഭാഗത്തു നിന്നും നമുക്കിതിലേക്ക് ഒരു പിക്ചറിനെയൊക്കെ ചേർത്ത് കൊടുക്കാൻ, അതായത് ആ ഇമേജിൻ്റെ പൂർണ്ണമായിട്ടുള്ള പാത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുന്നത്. ഇതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു മാർഗമല്ല. ഉദാഹരണം, ഞാനിപ്പോൾ ഈ പിക്ചർ കോപ്പി ചെയ്തത് ഈ വെബ്സൈറ്റിൽ നിന്നാണ്. എക്സാമ്പിൾ, ഈ വെബ്സൈറ്റ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഈ ബ്ലോഗിലെ ഈ പിക്ചർ ഇവിടുന്ന് മാറ്റുകയോ ചെയ്താൽ നമുക്കിവിടെ ഒരിക്കലും ഈ പിക്ചർ ഡിസ്പ്ലേ ചെയ്യില്ല. കാരണം ഇത് ഹോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വേറെ ലൊക്കേഷനാണ്. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ ഒരു ഫോൾഡറിലായിട്ട് നമ്മൾ ഫയൽ സേവ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും നമ്മൾ ആബ്സല്യൂട്ട് പാത്തിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ മാക്സിമം നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ സേവ് ചെയ്ത ഫയലുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, റിലേറ്റീവ് പാത്ത് നമ്മളിവിടെ പറഞ്ഞത് തന്നെ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്. അതായത് നമുക്കൊരു വെബ് പേജിൽ ഒരു പ്രത്യേകം ഫോൾഡറിൻ്റെ ഉള്ളിൽ നിന്നും നമ്മളൊരു ഫയൽ ആക്സസ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു എക്സാമ്പിളാണ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലും അതേപോലെ തന്നെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യുക, റിലേറ്റീവ് പാത്തായിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമുക്കത് ആ പിക്ചർ ഉപയോഗിക്കുമ്പോൾ എന്നും നമ്മുടെ ഡയറക്ടറിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെർവറിൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തും ആ ഇമേജ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എല്ലാ സമയത്തും എടുക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതൊന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. കാരണം ഒട്ടനവധി കണക്ട് ചെയ്യപ്പെട്ടിട്ടാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ട്യൂട്ടോറിയലിൽ അല്ലെങ്കിൽ പാത്ത് എന്ന ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വെബ് പേജിൽ ഒരു കമൻറ്റ് ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. ഉദാഹരണം, നമ്മൾ ഈ വെബ് പേജ് എഴുതിയ ആളെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണമെന്ന് വരും. നമ്മൾ ഈ എഴുതിയ ആളെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കണമെന്ന് വെക്കും. ഉദാഹരണം, ഞാൻ എൻ്റെ സൈറ്റിൻ്റെ പേര് ക്രിയേറ്റഡ് ബൈ ഈ സൈറ്റിൻ്റെ പേര് ഇവിടെ ചേർത്ത് കൊടുത്തു. ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിലോ അല്ലെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്തോ നമുക്ക് ആ എഴുതിയ ഭാഗം നമുക്കിവിടെ കാണിച്ചു തരും. എന്നാൽ നമുക്കത് കോഡിൽ നിർബന്ധമായും കാണണം. ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യരുത്, ഡിസ്പ്ലേ ചെയ്യരുത്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഇതിനെ കമൻ്റ് ആക്കി മാറ്റുക. കമൻ്റ് ആക്കി മാറ്റാൻ ആദ്യം ഒരു ടാഗ് ഇടുക. അതിനുശേഷം ഈ സിമ്പൽ ഇട്ടതിന് ശേഷം 2 ചെറിയ ഡാഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എവിടെ വെച്ചിട്ടാണോ ഈ കമൻറ്റ് ക്ലോസ് ചെയ്യേണ്ടത് അവിടെ വെച്ച് ഈ ടാഗ് ഇതേ രൂപത്തിൽ തന്നെ ക്ലോസ് ചെയ്യുക. ഇതിപ്പോൾ റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ
ഇതിപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഭാഗം നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ കഴിയില്ല, അതൊരു കമൻ്റ് ആയിട്ടായിരിക്കും വരിക. ഇങ്ങനെ എത്ര ലൈൻസിലാണോ വേണ്ടത് അത് നമുക്ക് എഴുതി കൊടുക്കാം. എത്ര ഭാഗത്താണോ നമുക്ക് ഈ വെബ് പേജിൽ ഇതുപോലെ കമൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അതെല്ലാം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരിക്കലും നമുക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യില്ല. നമുക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കോഡിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ കോഡിന് എന്താണ് കോഡിൽ ഉദ്ദേശിക്കുന്നത്, ഇത് ആരാണ് എഴുതിയത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് പാത്ത് ഉപയോഗിക്കുന്നത്. അതൊരിക്കലും നമ്മളൊരു വെബ് പേജ് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. ഉദാഹരണം ഇവിടെ ഇത് ഇമേജ് ടാഗ് ആണെന്ന് നമുക്കിവിടെ പാത്തായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറ്റ് ഈസ് ഇമേജ് ടാഗ് എന്താണോ ചേർത്ത് കൊടുത്തത് അത് നമുക്കിവിടെ ഇമേജ് ടാഗ് ഇത്രയും ചേർത്ത് കൊടുത്താൽ ഒരിക്കലും നമുക്കത് വെബ് പേജിൽ റണ്ണ് ചെയ്യില്ല. എന്നാൽ ഈ കോഡിൻ്റെ ഉള്ളിൽ നമുക്ക് അത്രയും ഭാഗം കാണാനും കഴിയും. ഇതിനെയാണ് നമ്മൾ കമൻറ്റ് എന്ന് പറയുന്നത്. ഒട്ടനവധി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമൻറ്റ് എന്ന ഭാഗം തന്നെ വരുന്നുണ്ട്. ഈ നമ്മുടെ HTML കമൻറ്റ് സെക്ഷൻ ഈ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.